സഹകരണത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിക്കാൻ വമ്പൻ പ്രതിരോധ കരാറിലേക്ക് ഇന്ത്യയും ജർമ്മനിയും. ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ തന്ത്രപരമായ കരുത്ത് വർദ്ധിപ്പിക്കുന്ന ഈ ടെക്ടോണിക് നീക്കം ഏകദേശം 90,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ലക്ഷ്യമിടുന്നത്. അടുത്ത 90 ദിവസത്തിനുള്ളിൽ ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. ജർമ്മൻ നാവിക ഭീമനായ തൈസൻ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റംസും ഇന്ത്യയുടെ മസഗൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സും കൈകോർക്കുന്ന ഈ പദ്ധതിയോടെ ദീർഘകാലമായി കാത്തിരുന്ന പ്രോജക്ട് 75 ഇന്ത്യ യാഥാർത്ഥ്യമാവുകയാണ്. 2026 ഏപ്രിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജർമ്മനിയിലെ കിയേലിലുള്ള TKMS കേന്ദ്രം സന്ദർശിച്ചതോടെയാണ് കരാറിലെ അവസാന സാങ്കേതിക തടസ്സങ്ങളും നീങ്ങിയത്. ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന 6 ടൈപ്പ് 214 നെക്സ്റ്റ് ജനറേഷൻ അന്തർവാഹിനികളാണ് ഈ കരാറിലൂടെ നിർമ്മിക്കപ്പെടുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി മസഗൺ ഡോക്കിൽ നിർമ്മിക്കപ്പെടുന്ന ഈ സബ്മറൈനുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് കടന്നുകയറ്റത്തിന് അന്ത്യം കുറിക്കാൻ ശേഷിയുള്ളവയാണ്. സൈലന്റ് കില്ലർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ അന്തർവാഹിനികൾ ശത്രുക്കളുടെ ഉറക്കം കെടുത്തുമെന്ന് ഉറപ്പാണ്. ഇന്ത്യൻ സമുദ്രാതിർത്തികളിൽ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി നടത്തുന്ന പെട്രോളിങ്ങിനുള്ള ശക്തമായ മറുപടിയാണിത്. നിലവിൽ ചൈനയ്ക്ക് 60ഓളം അന്തർവാഹിനികളുടെ വമ്പൻ ശേഖരമുണ്ട്. അവരുടെ യുവാൻ ക്ലാസ് അന്തർവാഹിനികൾക്ക് തടയിടാൻ ഇന്ത്യക്ക് ഇത്തരം ആധുനിക സാങ്കേതിക വിദ്യ അനിവാര്യമാണ്. ഈ വിടവ് നികത്താൻ ജർമ്മൻ സാങ്കേതിക വിദ്യ ഇന്ത്യയെ സഹായിക്കും. നിലവിൽ ഇന്ത്യക്ക് ഏകദേശം 19 അന്തർവാഹിനികളാണുള്ളത്. എന്നാൽ ഇതിൽ 10ഓളം എണ്ണം 2035ഓടെ സേവനം അവസാനിപ്പിക്കും. ഈ സാഹചര്യം മുൻകൂട്ടി കണ്ട് 2035ഓടെ 20 മുതൽ 25 വരെ അത്യാധുനിക അന്തർവാഹിനികൾ ഉൾക്കൊള്ളുന്ന ഒരു കരുത്തുറ്റ നാവികപ്പടയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. പഴയ കിലോ ക്ലാസ് കപ്പലുകൾക്ക് പകരം വയ്ക്കാൻ ഇതിലും മികച്ച ഓപ്ഷൻ ഇന്ത്യക്ക് മുന്നിലില്ല. ഈ കരാറിന്റെ ഏറ്റവും വലിയ സവിശേഷത ജർമ്മനിയുടെ ഫ്യൂവൽ സെൽ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയാണ്. ഇത് അന്തർവാഹിനികൾക്ക് കൂടുതൽ സമയം വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കാനുള്ള ശേഷി നൽകുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച AIP സാങ്കേതിക വിദ്യയായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഇത് ഇന്ത്യൻ നാവികസേനയുടെ നിശബ്ദ ആക്രമണ ശേഷി ഇരട്ടിയാക്കും. പ്രതിരോധ ആവശ്യങ്ങൾക്കായി റഷ്യയെയോ ഫ്രാൻസിനെയോ മാത്രം ആശ്രയിക്കുന്ന രീതി മാറ്റി ജർമ്മനിയെ പങ്കാളിയാക്കുന്നതിലൂടെ ഇന്ത്യ തങ്ങളുടെ പ്രതിരോധ നയം വൈവിധ്യവൽക്കരിക്കുകയാണ്. തന്ത്രപരമായി ഈ മാറ്റം ആഗോള രാഷ്ട്രീയ വേദിയിൽ ഇന്ത്യയുടെ നിലപാട് കൂടുതൽ ശക്തമാക്കും. 2026 ജൂലൈയിൽ കരാർ ഒപ്പിട്ടാൽ ഏകദേശം 7 വർഷത്തിനുള്ളിൽ ആദ്യ ഡെലിവറി നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെറുമൊരു ആയുധ കച്ചവടം എന്നതിലുപരി സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം ഈ കരാറിന്റെ പ്രത്യേകതയാണ്. ഇതിലൂടെ ഇന്ത്യക്ക് സ്വന്തമായി അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള പ്രാവീണ്യം ലഭിക്കും. ഭാവിയിൽ കിഴക്കൻ അർദ്ധഗോളത്തിലെ ജർമ്മൻ നിർമ്മിത കപ്പലുകളുടെ പരിപാലനവും അറ്റകുറ്റപ്പണികളും നടത്തുന്ന ഒരു ആഗോള ഹബ്ബായി ഇന്ത്യ മാറാൻ ഇത് വഴി തുറക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു നീലജല നാവികസേനയായി മാറാനുള്ള ഇന്ത്യയുടെ ദർശനത്തിന് ഈ പങ്കാളിത്തം ചിറകുകൾ നൽകും. ചൈനീസ് ഡ്രാഗന്റെ പെട്രോളിങ്ങിനെ പ്രതിരോധിക്കുന്നതിനൊപ്പം തന്നെ കടലിന്റെ ആഴങ്ങളിൽ ഇന്ത്യയുടെ ആധിപത്യം ഉറപ്പിക്കാൻ ടൈപ്പ് 214 NG അന്തർവാഹിനികൾക്ക് സാധിക്കും. ഇത് ദക്ഷിണേഷ്യൻ മേഖലയിലെ പ്രതിരോധ സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിയേക്കാം. ചുരുക്കത്തിൽ നിശബ്ദവും എന്നാൽ മാരകവുമായ ഒരു ആയുധമായി ഇന്ത്യൻ നാവികസേനയെ മാറ്റുകയാണ് ഈ ജർമ്മൻ കരാർ. ന്യൂഡൽഹിയുടെ ഈ നീക്കം സമുദ്രാതിർത്തികൾ സുരക്ഷിതമാക്കുക മാത്രമല്ല, ഇന്ത്യയുടെ പിൻമുറ്റത്തെ ഏതൊരു സാഹസിക നീക്കങ്ങളെയും തടയാനുള്ള കരുത്ത് നൽകുകയും ചെയ്യും. ആഴക്കടലിലെ ഈ പോരാട്ടത്തിൽ ഇന്ത്യ പുതിയൊരു ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.